ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കിരീട യുദ്ധം എന്ന് പറയുന്ന ഒരു മുട്ടൻ ടാസ്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു ടാസ്കിൻ്റെ കുറിച്ചിട്ട് മനസ്സിലാക്കാതെ, ആ ഒരു ടാസ്ക് ലെറ്റർ വായിച്ചിട്ട് മനസ്സിലാക്കാതെയാണ് നമ്മുടെ മത്സരാർത്ഥികൾ ടാസ്കിലേക്ക് ആവേശത്തോടെ ചാടി ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വളരെ ഫണ്ണായിട്ട് ചെയ്ത് ഫലിപ്പിക്കാവുന്ന ഒരു ടാസ്കിനെ അടിപിടി കലാശത്തിലേക്ക് കൊണ്ടെത്തിച്ചു നമ്മുടെ മത്സരാർത്ഥികൾ. അപ്പോൾ ആ ഒരു ടാസ്കിൻ്റെ രീതികളെക്കുറിച്ചിട്ടും എന്താണ് ടാസ്ക് എന്നതിനെ കുറിച്ചിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടാസ്ക് നടന്ന സമയത്ത് നമ്മുടെ ഇവർ ശരിക്കും ബുദ്ധിപൂർവ്വം കളിക്കേണ്ടിയിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ആ ഒരു ടാസ്കിനെ ഫിസിക്കലായിട്ടാണ് നമ്മുടെ വീട്ടുകാരെല്ലാം കൂടി നേരിട്ടത്. ഈ ഒരു ടാസ്കിൻ്റെ ആവേശത്തോടു കൂടി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, എല്ലാവർക്കും നല്ല രീതിയിൽ അത്യാവശ്യം പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനീഷിൻ്റെ മുഖത്തും, അതായത് കണ്ണിലും തലയിലൊക്കെ നല്ല ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ശരിക്കും ആകെ തളർന്നു പോയ അവസ്ഥയായിപ്പോയി. കാരണം അമ്മാതിരി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഷാനവാസിൻ്റെ കൈ കടിച്ചു മുറിക്കുകയാണ് അനീഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ശരിക്കും ഒരു ടാസ്കിൽ ഉന്തും തള്ളും പിടിയും വലിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ടാസ്കിൽ ഓർക്കാപ്പുറത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് നടത്തുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കണ്ണിലൊക്കെ വാക്കല്ലാതെ തട്ടോ ഇടിയോ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ആർക്കായാലും ആരുടെ കാര്യമായാലും. പക്ഷെ അതുപോലെയല്ല കടിച്ചു പറിക്കുന്നത്. ഒരു വ്യക്തിയുടെ കൈ വായുടെ ഭാഗത്തേക്ക്, കൈയോ മറ്റു ഭാഗങ്ങളോ വരുമ്പോൾ നമ്മൾ മനഃപൂർവ്വം വാ തുറന്ന് കടിച്ച് പറിച്ച് ദേഷ്യം തീർക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല. കാരണം പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, പല്ലെന്ന് പറഞ്ഞാൽ കടിയുണ്ടാൽ പഴുക്കുന്ന ഒരു സാധനമാണ് കടിയുണ്ട ഭാഗം. അപ്പോൾ ഈ പറയുന്ന ഷാനവാസിന് ചെറിയ രീതിയിലല്ല കടി കിട്ടിയത്, അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി, മുറിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പിന്നെ ആദ്യം അതിൽ പിന്നെ വച്ച് കെട്ടിയൊക്കെ കൊടുത്തു. പിന്നീട് പുള്ളിക്കാരനെ നമ്മുടെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി ഡോക്ടറെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് പുള്ളിക്കാരൻ്റെ കൈയൊക്കെ കെട്ടി റെഡിയാക്കിയൊക്കെ എടുത്തു. ഇവർക്ക് മാത്രമല്ല, മറ്റു പലർക്കും ഇതുപോലെ നല്ല രീതിയിൽ ദേഹം ഉടഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രേണുസുതി ആണെങ്കിലോ ടാസ്ക് കഴിഞ്ഞ സമയത്തിന് നമ്മുടെ അനുമോള് ചെന്നിട്ട് ഹഗ് ചെയ്യുന്ന സമയത്തിന് പുള്ളിക്കാരത്തി കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കൊക്കെ പോയി. ഇത് കാണുമ്പോഴത്തേക്ക് പലരും പറയും, ഓ രേണു അല്ലേ കുറേ കാണിക്കുന്നത്. കുറേ കാണിച്ചതൊന്നും അല്ല, അമ്മാതിരി ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുവിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തിക്ക് ആരോഗ്യം കുറച്ച് കുറവുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വല്ലാത്ത ഒരു ടാസ്ക് ആയിരുന്നു. വളരെ മനോഹരമായ ഒരു ടാസ്കിനെ പാതി വഴിയിൽ കൊണ്ടുവച്ച് നിർത്തേണ്ട അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ടാസ്ക് ഇന്നൊരു ദിവസത്തേക്കല്ല, 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇനി ആ ഒരു ടാസ്കിനെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറുതെ വീഡിയോ വലിച്ചു നീട്ടി നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇനി മറ്റൊരു വീഡിയോയിൽ ആ ടാസ്ക് എന്തായിരുന്നു എന്നും എങ്ങനെയാണ് ഏത് രീതിയിലാണ് അവിടെ അത് അരങ്ങേറിയതെന്നും പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ലൈവ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.